blinded from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം മിസ് ആൻഡ് ജോൺ മോറിസൺ ഇവരാണ് വരുന്നത്. ഇവർ വന്നതിന് ശേഷം മിസ് ടി വി സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മിസ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ മണി ദി ബാങ്ക് ഉണ്ട്, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഞാൻ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകും എന്നൊക്കെ. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് WWE ചാമ്പ്യൻ റാൻഡി ഓട്ടൻ അവിടെ വരുന്നതായിട്ടാണ് കാണിച്ചത്. റാൻഡി ഓട്ടൻ വന്നതിന് ശേഷം പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ റോയിൽ ഡ്രൂ മെക്കിൻഡയർ റാൻഡി ഓട്ടൻ അറ്റാക്ക് ചെയ്തപ്പോൾ മിസ് മണി ക്യാഷ് ഇൻ ചെയ്യാൻ ശ്രമിച്ച കാര്യത്തെ പറ്റിയും, അതുകൂടാതെ മിസ് വലിയൊരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാറാണ്, US നെറ്റ്വർക്കുമായിട്ട് നിനക്ക് നല്ല കണക്ഷനുണ്ട്, അതുപയോഗിച്ച് നീ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകാനാണ് നോക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്ന് തരാം, നീ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തോളൂ എന്നതുപോലെയാണ് റാൻഡി ഓട്ടൻ വന്നതിന് ശേഷം മിസ്സിനോട് പറയുന്നത്. അതിനുശേഷം മിസ് ആൻഡ് ജോൺ മോറിസൺ ഇവർ പറയുന്നുണ്ട്, നമ്മൾക്ക് ഇന്നൊരു ടാഗ് ടീം മാച്ച് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ. ആ സമയത്ത് അവിടെ ന്യൂഡേ ടീം വന്ന് ഇവരെ കളിയാക്കുന്നത് പോലെയും അവർ സംസാരിക്കുന്നതായിട്ടും കാണിച്ചു. ആ സമയത്ത് റാൻഡി ഓട്ടൻ കോഫി കീസ്റ്റനെ RKO ചെയ്യും. ആ സമയത്ത് മുൻ WWE ചാമ്പ്യൻ ഡ്രൂ മെക്കിൻഡയർ അവിടെ വന്ന് റാൻഡി ഓട്ടനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് മിസ് ആൻഡ് ജോൺ മോറിസൺ റിങ്ങിൽ കയറിയതിന് ശേഷം മണി ദി ബാങ്ക് വെച്ച് ഡ്രൂ മെക്കിൻഡയറിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം റാൻഡി ഓട്ടൻ്റെ RKO ഫിനിഷിംഗ് ചെയ്ത് ഇവർ 3 പേരും റിങ് വിട്ട് ഇറങ്ങി പോകുന്നതായിട്ടാണ് ഫസ്റ്റ് സെഗ്മെൻറ്റിൽ കാണിച്ചത്. അതിനുശേഷം ഫസ്റ്റ് മാച്ചായിട്ട് നടന്നത് സർവൈവർ സീരീസ് ക്വാളിഫിക്കേഷൻ മാച്ചാണ്. ഇതൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ടാണ് നടന്നത്. എലയസ് വേഴ്സസ് ജെഫ് ഹാർഡി വേഴ്സസ് റീഡൽ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ ഇവർ 3 പേരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർ 3 പേരും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, അതുകൂടാതെ ജെഫ് ഹാർഡി ആൻഡ് റീഡൽ റിങ്ങിന് പുറത്തു വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, ആ സമയത്ത് എലൈസ് വന്ന് ജെഫ് ഹാർഡിനെ റിംഗ് പോസ്റ്റിമിലേക്കെല്ലാം എറിയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഇവരാരായിരിക്കും വിൻ ചെയ്ത് സർവൈവർ സീരീസിൽ റോ ടീമിൽ വരിക എന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ജെഫ് ഹാർഡി ഏകദേശം വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കാണിച്ചത്. ആ സമയത്ത് എലൈസ് കയറി വന്ന് ജെഫ് ഹാർഡിനെ അറ്റാക്ക് ചെയ്ത് ജെഫ് ഹാർഡിയുടെ ഫേസിൽ ഒരു കിക്ക് ചെയ്യും. അതിനുശേഷം മാറ്റ് റൈഡലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് മാറ്റ് റൈഡൽ എലൈസിനെ മാറ്റ് റൈഡലിൻ്റെ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ചിൽ മാറ്റ് റൈഡലാണ് വിൻ ചെയ്ത് സർവൈവർ സീരീസിലേക്ക് വേണ്ടി റോ ടീമിലെ അവസാന മെമ്പറായിട്ട് ആഡായത്. ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ബിസിനസ് ടീം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 24/7 ചാമ്പ്യനായ ഡ്രൂ ഗുലാക്ക് വന്ന് അവരുടെ ടീമിൽ ആഡാകാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. ആ സമയത്ത് ഇവരെല്ലാം ചേർന്ന് ഡ്രൂ ഗുലാക്കിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് പോയതിനു ശേഷം ആ ഒരു അവസരം ഉപയോഗിച്ച് R-Truth വന്ന് പിൻ ചെയ്ത് 24/7 ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പോയി. അതിനുശേഷം നടന്നത് ഒരു വുമൺസ് സിംഗിൾസ് മാച്ചാണ്. ഷൈന ബേസ്ലർ വേഴ്സസ് ലാന, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇതൊരു ആവറേജ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഷൈന ബേസ്ലർ ലാനനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ വിൻ ചെയ്യും. അതിനുശേഷം എപ്പോഴത്തെയും പോലെ ആ ഒരു അനൗൺസ്മെൻറ്റ് ടേബിളിൻ്റെ മുകളിലേക്ക് ലാനനെ നയ ജാക്സ് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആൻഡി റോസ് ആൻഡ് ഡാന ബ്രോക്ക് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ഈ ഒരു പ്ലാൻ ഉപേക്ഷിക്കുന്നതുമായിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചത്. അതിനുശേഷം AJ സ്റ്റൈൽസ് ആണ് വരുന്നത്. AJ സ്റ്റൈൽസ് വന്നതിന് ശേഷം സർവൈവർ സീരീസിൽ റോ ടീമിലുള്ള എല്ലാവരെയും വിളിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ബ്രോൺ സ്ട്രോമൻ, കീത്ത് ലീ, ഷെയ്മസ് ഇവരെയെല്ലാം വിളിച്ചതിന് ശേഷം AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നം വരാൻ കാരണം നമ്മുടെ ടീമിൽ ഒരാളുടെ കുറവുണ്ടായിരുന്നു, അതിപ്പോൾ മാറിയിട്ടുണ്ട്. അതിനുശേഷം മാറ്റ് റീഡലെല്ലാം വന്ന് സംസാരിക്കുമ്പോൾ മാറ്റ് റീഡൽ ഷെയ്മസിനെ കളിയാക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതായത് നിനക്ക് ദേഷ്യം വരുമ്പോൾ തീപ്പന്തം കത്തിച്ചു വെച്ചതുപോലെയുണ്ട് എന്നതുപോലെയാണ് പറഞ്ഞ് കളിയാക്കിയത്. ആ സമയത്ത് ഇവരെല്ലാം ചിരിക്കുന്നതായിട്ട് കാണിച്ചു. അതുകൂടാതെ AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്, ഈ മാച്ചിൽ മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യണം എന്നൊക്കെയാണ് AJ സ്റ്റൈൽസ് പറഞ്ഞത് ഒരു ലീഡർ എന്ന നിലയ്ക്ക്. അപ്പോൾ ആ സമയത്ത് AJ സ്റ്റൈൽസിനെ ആരും ലീഡറായിട്ട് അംഗീകരിക്കില്ല. വീണ്ടും ഇവർക്ക് തമ്മിൽ പ്രശ്നം പോകുമ്പോൾ AJ സ്റ്റൈൽസ് പറയുന്നത്, ഇപ്പോൾ തന്നെ ഒരു ടാഗ് ടീം മാച്ച് വെക്കാം, ഇറ്റലി ആൻഡ് മാറ്റ് റീഡൽ വേഴ്സസ് ഷെയ്മസ് ആൻഡ് ബ്രോൺ സ്ട്രോമൻ, ഇവർക്ക് തമ്മിൽ ഒരു ടാഗ് ടീം മാച്ച്, അതിൽ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് AJ സ്റ്റൈൽസ് അവിടെ വെച്ചൊരു മാച്ച് കൺഫേം ചെയ്യും.
അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചാണ് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കീത്ത് ലീ, ഷെയ്മസ്, മാറ്റ് റൈഡൽ ഇവരെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് AJ സ്റ്റൈൽസിന് ഇവരുടെ കയ്യിൽ നിന്നും അറിയാതെ അടി കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് AJ സ്റ്റൈൽസ് അബദ്ധത്തിൽ വന്ന് വാങ്ങിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഷെയ്മസിനെ ഒരു കിക്ക് ചെയ്യുന്ന സമയത്ത് മാറ്റ് റൈഡലിൻ്റെ ആ ഒരു കിക്ക് AJ സ്റ്റൈൽസിന് കിട്ടുന്നതായിട്ട് കാണിച്ചു. അതുകൂടാതെ കീത്ത് ലീ, ബ്രോൺ സ്ട്രോമൻ ഇവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് AJ സ്റ്റൈൽസ് അതിൻ്റെ നടുക്കിൽ പെടുന്നതായിട്ടും കാണിച്ചു. അവസാനത്തിൽ AJ സ്റ്റൈൽസിൻ്റെ കൂടെ വരുന്ന ജോർഡൻ റിങ്ങിൽ കയറുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് AJ സ്റ്റൈൽസ് റിങ് വിട്ട് ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്നെല്ലാം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഇവരുടെ മാച്ചിൻ്റെ ഏകദേശം അവസാനത്തോടു കൂടി കീത്ത് ലീ മാറ്റ് റൈഡലിനെ പവർ ബം ഫിനിഷിംഗ് മൂവ് ബ്രോൺ സ്ട്രോമൻ ആൻഡ് ഷെയ്മസ് ഇവരുടെ മേലേക്കെല്ലാം ചെയ്യുന്നതായിട്ടും അതുകൂടാതെ ഷെയ്മസിനെ ബ്രോൺ സ്ട്രോമൻ്റെ മേലേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ഷെയ്മസ് ബ്രോക്കിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സമയത്ത് ബ്രോൺ സ്ട്രോമൻ ഷെയ്മസിൻ്റെ മേലെ ടാഗ് ചെയ്ത് മാച്ചിന് ഇറങ്ങുന്നതായിട്ടും അതുകൂടാതെ ബ്രോൺ സ്ട്രോമൻ മാറ്റ് റൈഡലിനെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ പോകുമ്പോൾ ഷെയ്മസ് മേലെ ടാഗ് ചെയ്ത് ഇറങ്ങുന്നതായിട്ടും ഇവർക്ക് തമ്മിൽ പ്രശ്നം വരുന്നതായിട്ടും കാണിച്ചു. ആ സമയത്ത് ഷെയ്മസ് റിങ്ങിൻ്റെ അവിടെ ചെന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ട് അപ്പോൾ തന്നെ ബ്രോൺ സ്ട്രോമനെ ഒരു ബ്രോക്കിക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് മാറ്റ് റൈഡൽ ഷെയ്മസിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ കീത്ത് ലീ ആൻഡ് മാറ്റ് റൈഡൽ ഇവരാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ബോബി ലാഷ്ലി ആൻഡ് MVP ഇവരാണ് വന്നത്. ഇവർ വന്നതിന് ശേഷം സ്മാക്ക് ഡൗണിലുള്ള ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സൈനിന് സർവൈവർ സീരീസിൽ നടക്കാൻ പോകുന്ന മാച്ചിന് ഒരു മെസ്സേജ് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ അവിടെ ടൈറ്റസ് ഓണിയൽ വരുന്നതായിട്ടാണ് കാണിച്ചത്. ടൈറ്റസ് ഓണിയൽ വന്നതിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ബോബി ലാഷ്ലിയുമായി സംസാരിച്ച് ഇവർക്ക് തമ്മിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് അവിടെ വെച്ച് കൺഫേം ചെയ്യും. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബോബി ലാഷ്ലിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ബോബി ലാഷ്ലി ഒരു സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ബോബി ലാഷ്ലിയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഷെയ്മസ് ആൻഡ് ഡ്രൂ മാക്കിൻടയർ. ആ സമയത്ത് ഷെയ്മസ് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് റോ ടീമിൽ ആഡായില്ല? നമ്മൾ തമ്മിൽ പണ്ട് ടീമെല്ലാം ചെയ്ത സമയത്ത് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു ഫ്യൂഡ് വരുമോ എന്ന് ഡൗട്ടുണ്ട്. ഷെയ്മസ് ഡ്രൂ മാക്കിൻടയർ അതുപോലെയാണ് പെരുമാറുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നടന്നത് ഒരു വുമൺസ് മാച്ചാണ്. റോ വുമൺസ് ചാമ്പ്യനായ ആസ്ക വേഴ്സസ് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ നയ ജാക്സനാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്കറിയാം ഈ മാച്ചിൽ ഇവർ രണ്ടുപേരും ക്ലീനായിട്ട് വിൻ ചെയ്യുന്നത് പോലെ കാണിക്കാൻ സാധ്യതയില്ല എന്ന്. കാരണം ഇവർക്ക് തമ്മിൽ റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ഫ്യൂഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാച്ചിൽ സംഭവിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്ക നയ ജാക്സനെ സബ്മിഷൻ ലോക്ക് ചെയ്തതിന് ശേഷം ചെയ്യാൻ പോകുമ്പോൾ ഷെയ്ന ബേസ്ലർ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതോടുകൂടി ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ആ സമയം ഡാന ബ്രോക്ക് ആൻഡ് മാഡി റോസ് ഇവരെ കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അവസാനത്തിൽ ആ ഒരു അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ലാന എന്ന റെസ്ലറെ ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതുമായിട്ടാണ് കാണിച്ചത്. ഇതോടുകൂടി ഏകദേശം 8ാമത്തെ പ്രാവശ്യമാണ് അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കുന്നത്. ബാക്കി 7 എണ്ണം ഇവർ തന്നെ പ്രോമോയിൽ കാണിച്ചിരുന്നു. അതിനുശേഷം 24x7 ചാമ്പ്യൻഷിപ്പ് ഒരു 7-way മാച്ചായിട്ടാണ് നടന്നത്. ആർ-ടൂത്ത്, അക്കീറോ ടൊസാവോ, ലൂച്ച ഹൗസ് പാർട്ടി ടീം, ടക്കർ, വൈക്കിംഗ് റൈഡേഴ്സിലുണ്ടായിരുന്ന എറിക് ഇവർക്കൊക്കെയാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ ഫസ്റ്റിൽ ആർ-ടൂത്തിനെ അറ്റാക്ക് ചെയ്ത് അക്കീറോ ടൊസാവോ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. അതിനുശേഷം ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്ത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഈ മാച്ചിൽ ഡ്രൂ ഗുലാക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൂ ഗുലാക്കെല്ലാം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. ലൂച്ച ഹൗസ് പാർട്ടി അങ്ങനെ എല്ലാവരും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തിൽ ആർ-ടൂത്ത് ജോൺ സീനയുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫിനിഷിംഗ് മൂവ് യൂസ് ചെയ്ത് ആർ-ടൂത്ത് അവസാനത്തിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് റിങ് വിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം നടന്ന മാച്ച് ഒരു 1-on-1 മാച്ചാണ്. അതിനുശേഷം നടന്ന മാച്ച് റിക്കോഷെറ്റ് വേഴ്സസ് അലി ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ
വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെയാണ് റിക്കോഷെറ്റ് ആൻഡ് അലി ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അലി ഒരു അവസരത്തിൽ പറയുന്നുണ്ട് റിക്കോഷെറ്റിനോട് അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട്. ആ സമയത്ത് റിക്കോഷെറ്റ് അലിയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിക്കും. അതുകൂടാതെ റിട്രിബ്യൂഷൻ ടീം റിങ്ങിന് ചുറ്റും നിൽക്കുന്നതായിട്ടുമാണ് കാണിച്ചത്. ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റായി മുന്നോട്ട് പോകുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തിൽ ഇവരിൽ ആര് വിൻ ചെയ്യും എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ റിക്കോഷെറ്റ് അലീനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം റോപ്പിൻ്റെ മുകളിൽ കയറി അലിയെ ഫിനിഷിംഗ് മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ആ സമയത്ത് റിക്കോഷെറ്റ് റിട്രിബ്യൂഷൻ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്, അതായത് റോപ്പിൻ്റെ മുകളിൽ നിന്നും. അത് കഴിഞ്ഞ് വീണ്ടും റോപ്പിൽ കയറിയതിന് ശേഷം ഫിനിഷിംഗ് മൂവ് ചെയ്യും. ആ സമയത്ത് അലി മാറുന്നതായിട്ടാണ് കാണിച്ചത്. അതോടുകൂടി അലിയുടെ സബ്മിഷൻ ലോക്ക് ചെയ്ത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ അലിയാണ് വിൻ ചെയ്തത്. ഈ മാച്ചിൽ റിക്കോഷെറ്റ് ടാപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. ഇതൊരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവരുടെ മാച്ച് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ റിക്കോഷെറ്റ് ആൻഡ് അലി ഇപ്പോൾ ഇവർക്ക് നല്ലൊരു സ്റ്റോറി ലൈനാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം റാൻഡി ഓർട്ടൺ ബാക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. ആ സമയത്ത് WWE ഒഫീഷ്യലായ ആഡം പിയേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻഡയർ വേഴ്സസ് റാൻഡി ഓർട്ടൺ WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് എന്നെല്ലാം പറയും. ആ സമയത്ത് റാൻഡി ഓർട്ടൺ ആഡം പിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്, ദേഷ്യം വന്നിട്ട്. അതിനുശേഷം നടന്നത് മെയിൻ ഇവന്റ് മാച്ചാണ്. റാൻഡി ഓർട്ടൺ ആൻഡ് മിസ് ആൻഡ് ജോൺ മോറിസൺ വേഴ്സസ് ഡ്രൂ മാക്കിൻഡയർ ആൻഡ് ന്യൂ ഡേ. ഇവർക്കാണ് മെയിൻ ഇവന്റ് ടാഗ് ടീം മാച്ച് നടന്നത്. ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിസ് ജോൺ മോറിസൺ ന്യൂ ഡേ ടീം ഇവരെല്ലാം ഭയങ്കരമായി ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ഡ്രൂ മാക്കിൻഡയർ റിങ്ങിൽ വരും. അത് കഴിഞ്ഞ് ഇവരെയെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. പക്ഷേ ഈ സമയത്തൊന്നും റാൻഡി ഓർട്ടൺ മാച്ചിന് ഇറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ടാഗ് ചെയ്യുന്നതായിട്ടോ ഒന്നും കാണിച്ചിട്ടില്ല. മിസ് ആൻഡ് ജോൺ മോറിസൺ ഇവരാണ് മാച്ച് മുഴുവനും മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ജോൺ മോറിസനെ ക്ലൈമോർ കിക്ക് ചെയ്യാൻ വേണ്ടി ഡ്രൂ മാക്കിൻഡയർ പോകും. ആ സമയത്ത് ഡ്രൂ മാക്കിൻഡയർ തന്നെ ജോൺ മോറിസനെ ആ ഒരു റോപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചതിന് ശേഷം റാൻഡി ഓർട്ടനോട് ടാഗ് ചെയ്ത് മാച്ചിന് ഇറങ്ങാനായിട്ട് ആവശ്യപ്പെടും. എന്നിട്ട് റാൻഡി ഓർട്ടൺ ടാഗ് ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ച് അവസാനത്തിൽ ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ചാമ്പ്യൻഷിപ്പ് എടുത്ത് എൻട്രൻസിൻ്റെ അവിടേക്ക് പോകും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ ഡ്രൂ മാക്കിൻഡയർ 3-2-1 എന്ന് പറഞ്ഞതിന് ശേഷം ക്ലൈമോർ കിക്ക് ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മാക്കിൻഡയർ ആൻഡ് ന്യൂ ഡേ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ റാൻഡി ഓർട്ടൺ ഈ ഒരു മാച്ചിൽ പേടിച്ച് പോകുന്നതായിട്ടാണ് സ്റ്റോറി ലൈൻ കൊണ്ടുപോയിട്ടുള്ളത്. ഇതും നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഫീൽഡോ അല്ലെങ്കിൽ ഫയർഫ്ലൈ ഫൺ റോസോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ വരും. അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് ഇവർക്ക് തമ്മിൽ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചെല്ലാം നടക്കുന്നുണ്ട്. പറ്റാണെങ്കിൽ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഇന്ന് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ റോ എപ്പിസോഡ് നല്ലൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.